ഭർത്താവിൻ്റെ അവസാനത്തെ ഡയലോഗ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ട്ടോ. എന്താന്ന് കേട്ടു നോക്കിയാലോ? അങ്ങനത്തെ ഒരു അനുഭവം. ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ പ്രവീണയാണേ, ആലപ്പുഴയിൽ നിന്ന്. ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ അമ്പലത്തിൽ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് സാർ. ഞാനും ഹസ്ബൻഡും മക്കളും കൂടിയാണ് ഉണ്ണിക്കണ്ണനെ കാണാൻ അമ്പലത്തിൽ പോയത്. അന്ന് വെണ്ണ കൊണ്ട് ഒരു ഉറി വഴിപാട് നടത്താനുണ്ടായിരുന്നു. മോന് വേണ്ടി നേർന്നതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല സുന്ദരനായിട്ട് ഉണ്ണിക്കണ്ണൻ ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു ട്ടോ. നടയിൽ ഭഗവാനെ കണ്ട് തൊഴുതപ്പോൾ "എന്തേ കണ്ണാ ഇത്ര ഗൗരവം? ഒന്ന് ചിരിക്കൂ എൻ്റെ കണ്ണാ" എന്ന് മനസ്സിൽ ഞാൻ ഭഗവാനോട് പറഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥിച്ച് കണ്ണ് തുറന്നപ്പോൾ അതാ സാർ മുകളിലെ 4 കുഞ്ഞിപ്പല്ലുകൾ ചിരിച്ച് കാണിച്ചുകൊണ്ട് ചിരിച്ചു നിൽക്കുന്നു എൻ്റെ ഉണ്ണിക്കണ്ണൻ. നടയിൽ നിന്നും ഞാനും എൻ്റെ കണ്ണനെ നോക്കി ചിരിച്ചുപോയി. എൻ്റെ സന്തോഷം പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല സാർ. തൊഴുതിട്ട് പുറത്ത് വന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, 4 കുഞ്ഞിപ്പല്ലുകൾ കാട്ടിച്ചിരിക്കുന്ന കണ്ണനെ കണ്ടിരുന്നോ എന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, 4 പല്ല് കാട്ടി ചിരിക്കുന്ന കണ്ണനെ ഞാൻ കണ്ടില്ല, പക്ഷെ എല്ലാ പല്ലുകളും കാട്ടി കണ്ണനെ നോക്കി ചിരിക്കുന്ന നിന്നെ ഞാൻ കണ്ടു. എന്താ കഥാന്ന്. സത്യത്തിൽ കണ്ണൻ്റെ ചിരി കണ്ടപ്പോൾ എല്ലാം മറന്ന് നടയിൽ നിന്ന് ഞാനും കണ്ണനെ നോക്കി ചിരിച്ചു പോയി സാർ. ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. അങ്ങനെ ആ ചിരിച്ച് ചില സമയത്ത് അങ്ങനെയാണ് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഒരു നിമിഷത്തിൽ അന്തം വിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയണ്ടാവില്ല. ഒരു ദിവസം ഗുരുവായൂർ പോയപ്പോൾ ഞാൻ അമ്മയുണ്ടായിരുന്നു കൂടെ. ചുറ്റി വരുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ മുന്നിൽ. ആരാണ്? സുരേഷ് ഗോപി. അമ്മ അയ്യോ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു. സുരേഷ് ഗോപി കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു. അമ്മ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എന്നാ വെച്ചാൽ അങ്ങനത്തെ ഒരു ഫിഗറല്ലേ മുമ്പിൽ. അതേമാതിരി കണ്ണനെ അപ്രത്യക്ഷ 4 പല്ലും കാട്ടിച്ചിരിക്കുന്ന കണ്ണനെ കണ്ടപ്പോൾ അമ്മ അറിയാതെ ചിരിച്ചു പോയി എന്നാണ് പറഞ്ഞത്. ഭർത്താവ് അതാണ് കണ്ടത്. എന്താ കഥ. നല്ല നല്ല അനുഭവങ്ങൾ, രസകരമായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ രാവിലെ മുതൽ ചോദ്യാലങ്കാരം പറഞ്ഞു തുടങ്ങും. പിന്നെ അങ്ങനെ പോവുക. ഈ ഗ്രൂപ്പിൽ കാര്യങ്ങൾ തിരക്കാണ്, എല്ലാവർക്കും തിരക്കാണ്. കണ്ണന് തിരക്ക്, നമുക്ക് തിരക്ക്, വേറെ ഒന്നും പറയണ്ട. ഹരേ കൃഷ്ണ.